ലുലുവിൽ ചക്ക വെച്ചൽ നടക്കേണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ചേട്ടന്റെ കൺട്രോൾ പോയിട്ട് അവിടെ എത്തി നോക്കുമ്പോൾ അതേ കുറേ വെറൈറ്റി ചക്കകളാണ്. നാട്ടിൽ വെറുതെ എറിഞ്ഞു കളയണ ചക്കക്കുരൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ ഇട്ടേക്കാട്ടോ നല്ല വിലക്ക്. പിന്നെ അതേ നല്ല ചെറിയ ചെറിയ ഇടിയൻ ചക്കയാണോ ചോദിച്ചാൽ ഇടിയൻ ചക്കയല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് കുറേ വെറൈറ്റി ചക്കകളുണ്ട്. അതിന്റെ കൂടെ ഇവിടെ ഒരു ചക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന്. ഈ ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടോ, ഇങ്ങനെ ഏത് ചക്ക എടുക്കണം. എല്ലാത്തിനും നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഒരു ചക്കയൊക്കെ അങ്ങനെ എടുക്കണമെങ്കിൽ എന്തായാലും ഒരു 500 ദർഹമൊക്കെ ആവും. അങ്ങനെ നോക്കി ഇതേ റൗണ്ട് ഇട്ട് വന്നപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ചക്ക വെട്ടിയൊക്കെ കൊടുക്കും കേട്ടോ. അത് കണ്ടപ്പോൾ ചോദിച്ചു എന്തായാലും അതിൽ നിന്നൊരു പീസ് വാങ്ങിക്കുക. എല്ലാ നാട്ടിലും ചക്ക ഇടുന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഉഗാണ്ട ചക്ക, അങ്ങനെ പല പല ചക്കകളുണ്ട്. ചക്കയോടുള്ള ഇഷ്ടം മലയാളികൾക്ക് മാത്രമല്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഇവിടെ എല്ലാ ആളുകളും ഇങ്ങനെ വട്ടം കൂടി വെക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തരും കേട്ടോ. വലിയൊരു ചക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കഴിച്ചു കഴിയില്ല എന്ന് മനസ്സിലായിട്ട് അപ്പോൾ പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി 1-2 എണ്ണം വാങ്ങിക്കാതെ വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ചക്ക മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നൊരു പീസ് എടുക്കാതെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ചെറിയൊരു പീസ് ആണെങ്കിലും അതിന് തന്നെ ഒരു 20-30 ദർഹമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയ പീസിന്. എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു 3 പീസ് ചക്ക വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണം വെറൈറ്റി സംഭവമായിരുന്നു. ഇത് ഈ റെഡ് കളർ കാരണം അത്ര അങ്ങോട്ട് മധുരമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലുലുവിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചക്ക വിശേഷം. ബൈ ഡിയേഴ്സ്.